ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ പൊരിക്കുന്നതാണ്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് പൈനാപ്പിൾ ഇവിടെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ടൊരു സ്പെഷ്യൽ മസാല തയ്യാറാക്കാം. അതിനായിട്ട് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നെ കുരുമുളക്, പിന്നെ വേറെന്താ നമ്മുടെ ഉപ്പ്. അതാണല്ലോ നമ്മുടെ മെയിൻ മസാല. മുളക് പൊടി ഇച്ചിരി കുറച്ചിട്ടാണ് ഞങ്ങൾ ഇട്ടത്, ഇച്ചിരി കൂടുതലായിരുന്നു, അതുകൊണ്ട് നല്ല എരിവും ഉണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇനി നമ്മുടെ ഓരോ പൈനാപ്പിൾ പീസിലോട്ടും നമുക്ക് നമ്മുടെ മസാല തേച്ച് കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുമോ ഇതാണ് സ്പെഷ്യൽ മസാല, ഇത് എല്ലാത്തിലും നമ്മൾ തേക്കുന്നതല്ലേന്ന്. പക്ഷെ അല്ല ഗൈസ്, ഇനിയും സംഭവങ്ങൾ വരാനുണ്ട്. അപ്പം നിങ്ങളെന്തായാലും ഇതൊന്ന് മൊത്തം കണ്ടു നോക്കുക. നമുക്ക് മൊത്തം പൈനാപ്പിൾ കുട്ടന്മാരും മസാല തേച്ച് കുളിപ്പിക്കണം. ഓക്കെ, ഇങ്ങനെ തന്നെ കഴിക്കാൻ കൊതിയാവുന്നു ഗൈസ്. ഓരോന്നിങ്ങനെ അടുക്കി വെക്കുന്ന കാണുമ്പോൾ തന്നെ വായിലൊക്കെ ഇങ്ങോട്ട് വെള്ളം ഊറുകയാണ്. അപ്പം തന്നെ ഒരു പീസ് എടുത്ത് കഴിക്കണം എന്നുണ്ടായിരുന്നു, ബട്ട് കഴിക്കാൻ മമ്മി സമ്മതിച്ചില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് കുറച്ച് നേരമൊക്കെ വെക്കാവുന്നതാണ്. നമുക്കതിനുള്ള ക്ഷമയില്ല ഗൈസ്. നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ വെച്ചിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് നമുക്ക് ഒന്നിനും ക്ഷമ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു 10 മിനിറ്റ് പോലും മര്യാദയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചുകൂടെ നേരം വെക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായേനെ. അപ്പോൾ ഗൈസ്, നമ്മളിതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മണ്ടയിൽ. ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഒരു പുളിയും എരിവും മധുരവും ഒക്കെ ഉള്ളതാണ്. നമ്മുടെ പൈനാപ്പിളിന് ഒടുക്കത്തെ പുളിയാണ്, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേറെ പരിപാടി ഒന്നുമില്ല. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക, അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കുട്ടന്മാരെ അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. നിങ്ങൾ കാണണം. അപ്പോൾ ഇതേ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ ആണ് കേട്ടോ നല്ലത്. നമ്മുടെ കുറച്ചധികം ഫ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഷാലോ ഫ്രൈ ആക്കിയാൽ മതി, അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാരയൊക്കെ നമ്മൾ ഇവിടെ മണ്ടയിലൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ചുമ്മാ ഒരു ഷോയ്ക്കാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, പൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.